നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. കോപ്പ അമേരിക്കയ്ക്ക് മുന്നോടിയായുള്ള അന്താരാഷ്ട്ര സൗഹൃദ മത്സരങ്ങൾക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ അവരുടെ സ്ക്വാഡ് പ്രഖ്യാപിച്ചു. 29 അംഗ സ്ക്വാഡാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് തന്നെയാണ് കോപ്പ അമേരിക്ക സ്ക്വാഡ്. 29 അംഗ സ്ക്വാഡ് പ്രഖ്യാപിച്ചതിൽ നിന്ന് 3 പേരെ ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ശേഷം ഡ്രോപ്പ് ചെയ്യും. അപ്പോൾ അതായിരിക്കും അർജന്റീനയുടെ ഫൈനൽ കോപ്പ അമേരിക്ക സ്ക്വാഡ് എന്നാണ് അർജന്റീൻ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത്. അല്ലാതെ ജൂൺ മാസത്തിൽ നടക്കുന്ന 2 ഫ്രണ്ട്ലി മത്സരങ്ങൾക്ക് ഒരു സ്ക്വാഡ് എടുക്കുകയും അതിനുശേഷം സമൂലമായിട്ടുള്ള മാറ്റങ്ങളോടെ കോപ്പ അമേരിക്കയ്ക്ക് വേറെ സ്ക്വാഡും എന്ന് ചിന്തിക്കുന്നത് ലോജിക്കലല്ല. ഇത് തന്നെയാണ് കോപ്പ സ്ക്വാഡ്. അതിൽ നിന്ന് 3 താരങ്ങൾ പുറത്തേക്ക് പോകും. അപ്പോൾ ഈ സ്ക്വാഡിൽ പൗലോ ഡിബാല ഇല്ല. സ്വാഭാവികമായിട്ടും എന്തുകൊണ്ട് എന്നൊരു ചോദ്യം ആരാധകർക്കുണ്ട്. പിന്നെ ഇനി സ്ക്വാഡിലേക്ക് ആഡ് ചെയ്യുമോ എന്നുള്ള ചോദ്യവും ഉണ്ടാവാം. എന്തായാലും ഗാസിനഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നു പൗലോ ഡിബാല ഈസ് 100% ഔട്ട് ഫ്രം ദി കോപ്പ അമേരിക്ക. കോപ്പ അമേരിക്ക സ്ക്വാഡിൽ നിന്ന് 100% അദ്ദേഹം പുറത്താണ്. കോച്ചിങ് സ്റ്റാഫ് അദ്ദേഹവുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. അദ്ദേഹം ഇൻജോർഡ് അല്ല, ഡിസിഷൻ എടുത്തു കഴിഞ്ഞു, അദ്ദേഹം പുറത്താണ് എന്ന് തന്നെ ഇപ്പോൾ ഗാസിനഡൂൽ റിപ്പോർട്ട് ചെയ്യുന്നു. എന്തായാലും TYC സ്പോർട്സിൻ്റെ വിശദമായിട്ടുള്ള റിപ്പോർട്ടിലേക്ക് നമ്മളൊന്ന് കടക്കുകയാണ്. അതിൽ ഇപ്പോൾ ആദ്യം പ്രഖ്യാപിച്ചിരിക്കുന്ന നമുക്കറിയാം ഇക്വഡോറിനെതിരെയും ഗോട്ടിമാലയ്ക്കെതിരെയുമുള്ള സൗഹൃദ മത്സരങ്ങളാണെങ്കിൽ പോലും ഇത് തന്നെയായിരിക്കും കോപ്പയ്ക്കുള്ള സ്ക്വാഡ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് വേണം കാര്യങ്ങളെ കാണാൻ. ആദ്യത്തെ ചോദ്യം അദ്ദേഹത്തിന് പരിക്കുണ്ടോ എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്കറിയാം പരിക്കേറ്റ് പുറത്തുണ്ടായിരുന്ന പല താരങ്ങളും തിരികെ എത്തി. ലിസാൻഡ്രോ മാർട്ടീനസ്, ജെറോണിമോ റുള്ളി, ഇസിക്കിയൽ പലാസിയോസ് ഇവരെല്ലാം ടീമിലേക്ക് വരുമ്പോൾ പൗലോ ഡിബാല പുറത്ത്. അപ്പോൾ അദ്ദേഹത്തിന് പരിക്കുണ്ടോ? കഴിഞ്ഞ AS റോമയുടെ മത്സരം, ഇന്നലെ നടന്ന മത്സരം, ആ മത്സരത്തിൽ സബ്സ്റ്റിറ്റ്യൂട്ടായിട്ടാണ് പൗലോ ഡിബാല കളിക്കാൻ ഇറങ്ങിയിരുന്നത്. ഒരു 63-ാമത്തെ മിനിറ്റിലൊക്കെ കളിക്കളത്തിലേക്ക് വന്നു. പക്ഷേ കളി അവസാനിക്കുന്നതിന് മുമ്പ് 90 മിനിറ്റിൻ്റെ ഒരു സമയത്ത് അദ്ദേഹത്തെ പിൻവലിച്ചു. ഇത് സാധാരണ സംഭവിക്കാത്തതാണ്. സബ്സ്റ്റിറ്റ്യൂട്ടായിട്ട് 2ാം പകുതിയിൽ ഇറങ്ങിയ ഒരാളെ പിന്നെ അങ്ങനെ പിൻവലിക്കാറില്ല. അപ്പോൾ അത് താരത്തിന് പരിക്കുള്ളത് കൊണ്ടാണോ എന്നുള്ളതാണ് ചോദ്യം. എന്നാൽ അദ്ദേഹത്തിന് പരിക്കില്ല എന്ന് തന്നെ ഇപ്പോൾ അവരുടെ കോച്ച്, AS റോമയുടെ കോച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞത് അതൊരു ടാക്ടിക്കൽ ഇഷ്യൂ ആണ്, അങ്ങനെയാണ് ടാക്ടിക്കലായിട്ടുള്ള കാരണം കൊണ്ടാണ് താരത്തെ പിൻവലിച്ചത് എന്നാണ് AS റോമയുടെ കോച്ച് പറയുന്നത്. അപ്പോൾ പരിക്കല്ല കോപ്പ അമേരിക്കയ്ക്കുള്ള സ്ക്വാഡിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ കാരണം എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ നോക്കുക, പോയ സീസണിൽ അത്ര റെഗുലറായിട്ട് കളിച്ചിട്ടുള്ള ഒരാളല്ല ഡിബാല. പക്ഷേ പൊതുവെ അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററിയൊക്കെ വെച്ച് നോക്കുമ്പോൾ മോശമല്ലാത്ത മത്സരങ്ങൾ അദ്ദേഹം ഈ തവണ കളിച്ചിട്ടുമുണ്ട്. 37 മത്സരങ്ങൾ സിരിയയിൽ നടന്നതിൽ അദ്ദേഹം 27 കളിച്ചിട്ടുണ്ട്. 24 മത്സരങ്ങളിൽ അദ്ദേഹം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. 18 അദ്ദേഹത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. അതുപോലെ തന്നെ 13 ഗോളുകൾ അദ്ദേഹം നേടിയിട്ടുണ്ട്. 9 അസിസ്റ്റുകൾ അദ്ദേഹം സ്വന്തം പേരിലാക്കിയിട്ടുമുണ്ട്. ഇനി യൂറോപ്പ ലീഗിൻ്റെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിബാല 9 മത്സരങ്ങളാണ് കളിച്ചത്. എന്തായാലും ഇങ്ങനെ നോക്കുമ്പോൾ അദ്ദേഹം എല്ലാ മത്സരങ്ങളും കളിച്ചിട്ടില്ല. പരിക്ക് കാരണം കുറേ മത്സരങ്ങൾ മിസ്സായിട്ടുമുണ്ട്. എന്നാൽ പതിവിൽ കൂടുതൽ മത്സരങ്ങൾ അദ്ദേഹം കളിച്ചിട്ടുണ്ട് എന്ന് പറയേണ്ടി വരും. എന്നിട്ടും എന്തുകൊണ്ട് അദ്ദേഹം പുറത്ത് എന്ന് ചോദിച്ചാൽ ഇപ്പം TYC സ്പോർട്സ് വിശദീകരിക്കുന്ന കാര്യം എന്തുകൊണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. അത് കൃത്യമായിട്ട് പറയേണ്ടത് സ്കലോനിയാണ്. പക്ഷേ ചില സൂചനകളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് TYC സ്പോർട്സ് പറയുന്നു അദ്ദേഹത്തിൻ്റെ ഏരിയ, അദ്ദേഹം കളിക്കേണ്ട ഏരിയയിലേക്കുള്ള പൊസിഷനിൽ എല്ലാവരും ഇപ്പോൾ വെൽ കവേർഡാണ്. ലിയോ മെസ്സി അവിടെയുണ്ട്, മെസ്സിയുടെ പൊസിഷൻ. അപ്പം മെസ്സി ഉണ്ടാകുമ്പോൾ ഡിബാലയ്ക്ക് പലപ്പോഴും പ്ലേയിങ് 11 അവസരം ലഭിക്കാറില്ല, എങ്കിലും സ്ക്വാഡിൽ ഉണ്ടാവാറുണ്ട്. അപ്പോൾ മെസ്സിയെ നമുക്ക് മാറ്റി നിർത്താം. മെസ്സി ഒഴികെ പിന്നെ ആ ഒരു പൊസിഷൻ കവർ ചെയ്യാനുള്ള താരങ്ങൾ ആവശ്യത്തിന് എന്തായാലും ഇപ്പോൾ ലയണൽ സ്കലോനിക്കുണ്ട് എന്നുള്ളത് കൊണ്ടാണ് ഡിബാല പുറത്താകുന്നത്. ഇതാണ് TYC സ്പോർട്സിൻ്റെ ഒരു നിഗമനം. അതിൽ വാലന്റിൻ കർബോണി ഉണ്ട്, ആൻഹേൽ കൊറേയുണ്ട്, നിക്കോളാസ് ഗോൺസാലസ് ഉണ്ട്, ജിയോവാനി ലോച്ചെൽസും ഉണ്ട്. അപ്പം ആ ഒരു മധ്യനിരയിലും അതുപോലെ തന്നെ അറ്റാക്ക് ചെയ്യാനുള്ള ആ ഒരു പൊസിഷനിലും ആവശ്യത്തിന് താരങ്ങളുണ്ട് എന്നതുകൊണ്ടാണ് ഡിബാല പുറത്തായത് എന്ന് TYC സ്പോർട്സ് നിരീക്ഷിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും